യു ഈവൻ ഹാഡ് സെക്സ് വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്? കൂട്ടുകാരുമായി പുറത്തുപോയി വന്നതുകൊണ്ട് ഫ്രീ ആണെങ്കിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞവൾ മെസ്സേജ് ഇട്ടപ്പോൾ അവൻ ഈ ചോദ്യം ഊഹിച്ചിരുന്നു എന്ന് അവൾക്കറിയില്ല. ഈ ചോദ്യം അവനിൽ ഞെട്ടിലോ വേദനയോ ഉണ്ടാക്കിയെന്നോ അറിയില്ല. അവനിത് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ അവനിൽ നിന്ന് കേട്ടാലേ അവൾക്കത് വിശ്വാസമാവുമായിരുന്നുള്ളൂ. ബേബി, ഐ തിങ്ക് യു ലവ്ഡ് എ റോങ് മാൻ. നമ്മൾക്കിതിവിടെ വെച്ച് നിർത്താം, അതാണ് നല്ലത്. നിനക്കൊരിക്കലും മാച്ചല്ല ഞാൻ. കല്യാണം കഴിയുമ്പോൾ നീ ഇതൊക്കെ അറിഞ്ഞല്ലോ, നന്നായില്ലേ? അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. ശരീരം തളർന്നു പോകുന്നു. കൈകൾക്ക് ബലമില്ല. നെഞ്ചിൽ 1000 ആണികൾ കുത്തിയിറക്കുന്ന വേദന. ഹൃദയം പൊട്ടിമുറിഞ്ഞ ആ മുറിവിൽ നിന്നുള്ള രക്തം തലച്ചോറിൽ ഇരച്ചു കയറുന്ന പോലെ. അവളൊരു നിമിഷം ഫോൺ താഴെ വെച്ച് ബെഡിൽ കമിഴ്ന്നു കിടന്നു. കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ട്. കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ട്. ശരീരം ശൂന്യതയിലെന്ന പോലെ ഭാരമില്ലാതെ പൊട്ടിത്തെറിച്ച് പോവുകയാണ്. അവൻ ചോദ്യം നിഷേധിച്ചില്ല. ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് പതറിയത് പോലുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് മറുപടി കിട്ടി. നമുക്കേ നിർത്താം. കള്ളമായിട്ടെങ്കിലും ഞാനങ്ങനെ ചെയ്തില്ല ബേബി എന്ന് ഒരു വട്ടമെങ്കിലും അവൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി ചോദിച്ചു നോക്കിയാലോ? ഇല്ലടി, ഞാനത് കള്ളം പറഞ്ഞ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല ബേബി. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ അംശം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കങ്ങനെ മറ്റൊരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുമോ എന്നവൻ ഒരിക്കലെങ്കിലും പറഞ്ഞാലോ? പക്ഷേ വീണ്ടും ടൈപ്പ് ചെയ്യാൻ അവൾക്ക് ശക്തിയില്ലായിരുന്നു. കൈകൾ അനങ്ങുന്നില്ല. കണ്ണിൽ നിന്നും കണ്ണീർ ഇറ്റിറ്റ് വീഴുന്നു. പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മുറിയുടെ വാതിൽ അടച്ചില്ലേ എന്ന് അവൾ നോക്കിയത്. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത്? എത്രയൊക്കെ പറഞ്ഞിട്ട് ഈ റിലേഷൻ വീട്ടിൽ സമ്മതിക്കാതിരുന്നപ്പോൾ അവൾക്ക് സങ്കടം മാറി വീട്ടുകാരോട് വെറുപ്പും ദേഷ്യമാവുകയായിരുന്നു. എന്തുകൊണ്ട് സ്വന്തം മകളുടെ സന്തോഷം അവർ മനസ്സിലാക്കുന്നില്ല? അവൾക്ക് വേണ്ടത് എന്താണെന്ന് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? 25 വയസ്സായ ഒരു പെൺകുട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് അവർക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? എൻ്റെ കൂടെ ജീവിക്കേണ്ടവനല്ലേ? അത് എന്തുകൊണ്ട് എനിക്ക് ഓക്കെ ആയതിനാലല്ലേ ഇത്രയും റിസ്ക് ഉണ്ടെന്നറിഞ്ഞിട്ടും അവന് വേണ്ടി ഞാൻ വാശി പിടിക്കുന്നു. മറ്റെല്ലാത്തിലും ഉപരി അവനെ ഞാൻ ആഗ്രഹിക്കുന്നു. 1000 വട്ടം അവൾ പറഞ്ഞു, അമ്മ എനിക്ക് അവനെ 4-5 വർഷമായിട്ട് അറിയാം. അവൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ പോലും അറിയാതെ അവനിൽ വീണുപോയതാ. ഈ ലോകത്ത് എന്നെ അവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന, എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്ന, എൻ്റെ ഏറ്റവും ബെസ്റ്റ് കംഫോർട്ട് സോണിൽ ഞാൻ ഏറ്റവും സന്തോഷകരവും സംതൃപ്തരുമായി ജീവിക്കാൻ സാധിക്കുന്ന വേറൊരിടം ഈ ഭൂമിയിൽ കാണില്ല. അവൻ എനിക്കെൻ്റെ ഒരേ ഒരു മഹാദേവനായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അമൂല്യമായ രത്നം. എന്നിട്ട് അവളുടെ വീട്ടുകാർക്ക് പേടിയായിരുന്നു. സത്യമാണ്, അവൻ മുന്നേ ഒരു പെണ്ണിനെ ഒരു ദിവസത്തേക്ക് താലി കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവൾക്ക് മറ്റൊരു ഭർത്താവും കുഞ്ഞുമുള്ള മറച്ചു വെച്ച് ചെയ്ത ചതിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ പിരിഞ്ഞല്ലോ. ഈ ലോകത്ത് പല പെണ്ണുങ്ങളോടും ബന്ധം വയ്ക്കുന്ന, കല്യാണം കഴിച്ചിട്ട് പോലും സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റു പെണ്ണുങ്ങളോട് നാണമില്ലാതെ അവിഹിത ബന്ധം വരെ ഉണ്ടാവുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. ഇവിടെ അവൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഒരാളെ സ്നേഹിച്ചത്, കൂടെ കൂട്ടിയത്. അവളെ നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്, അതും സ്വന്തം ജോലി പോലും റിസ്കിൽ വെച്ച്. ആ സ്ഥാനത്ത് ഞാനായിരുന്നാലും എനിക്ക് അതിൽ കൂടുതൽ സ്നേഹം കിട്ടില്ല അമ്മേ. അല്ലാതെ അറിഞ്ഞുകൊണ്ട് മറ്റൊരു തെറ്റവൻ ചെയ്തില്ലല്ലോ. ഒരു പെണ്ണിനെ പോലും വേണ്ടാതെ നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും തീർത്ത് നിഷ്കളങ്കമായി അവനെ സ്നേഹിക്കുന്നതിനാൽ എനിക്ക് കൂടുതൽ സ്നേഹം അവൻ്റെ അടുത്തുനിന്ന് കിട്ടുകയല്ലേ ഉള്ളൂ. ഞാൻ അവൻ്റെ കൂടെ ഈ ലോകത്തെ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന ഒരു ഇടമായിരിക്കും എന്ന് വീട്ടുകാരോട് ഉറപ്പിച്ചു പറഞ്ഞതാണ്. അവൻ അത്രയും ആത്മാർത്ഥമാണ്. വേറൊരു പെൺകുട്ടി ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ മോളെ? ഈ ചോദ്യത്തിന് അവൾ പൊട്ടിത്തെറിച്ചതാണ്. അന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, അവനൊരിക്കലും എന്തൊക്കെ വന്നാലും ആത്മാർത്ഥത വിട്ട് കളിക്കില്ല. ഇനിയിപ്പോൾ അവൻ്റെ പാസ്റ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരാളെ കൂടെ കൂട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് എന്നോടുകൂടെ വരുന്നോ ചോദിച്ചെങ്കിലും ആ കാരണം കൊണ്ട് അവൻ എന്നെ സ്നേഹിക്കാതിരിക്കുന്നില്ലല്ലോ. അവൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം പൂത്ത് വിടരുകയായിരുന്നു. ചുണ്ടിലും ഹൃദയത്തിലും പുഞ്ചിരി തത്തി കളിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എവിടെയാണ് തെറ്റിയത്? എവിടെയാണ് എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? നമുക്കിതിവിടെ വെച്ച് നിർത്താം. കല്യാണം കഴിയും മുന്നേ എല്ലാം അറിഞ്ഞ് നന്നായില്ലേ? എത്ര സിമ്പിളായിട്ടാണ് അവൻ പറയുന്നത്. എന്ത് നന്നായി എന്നാ? എൻ്റെ അവനെ കോമൺ ഫ്രണ്ടായ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവൾ തകർന്നു പോയിരുന്നു. ആ നേരം മുതൽ അവൾ തളർന്ന് കിടക്കുകയായിരുന്നു. ഒരൊറ്റ കാര്യം അവളുടെ എന്തൊക്കെ പ്രതീക്ഷകളാണ് തകർത്തത്. അവളുടെ ഹൃദയം എങ്ങനെയാണ് കീറി മുറിച്ചത്. അവളുടെ സ്നേഹം, വിശ്വാസം എങ്ങനെയാണ് തകർന്ന് തവിടുപൊടിയായത്. അവളുടെ ജീവിതം എങ്ങനെയാണ് നശിപ്പിച്ചത്. അവൾ അത്രമേൽ സ്നേഹിച്ച, വിശ്വസിച്ച, ആഗ്രഹിച്ച അവൻ അവൾ ഈ രീതിയിൽ ചതിക്കുമെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല. ഇനി ഇത് പ്രാങ്കായിരിക്കുമോ? ചുമ്മാ അവനവളും കൂടി എന്നെ പറ്റിക്കുന്നതായിരിക്കുമോ? മുന്നേ അവർ രണ്ടുപേരും കൂടെ എന്നെ പറ്റിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ അവൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവൻ ഓരോ ദിവസവും പറയുന്നത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി, നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും സ്വപ്നവും ഹോപ്പും ഒക്കെയാണ് നീ എന്നാണ്. അപ്പോൾ അവനിങ്ങനെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട്. അവന് മറ്റാരോടും സ്നേഹമില്ലെങ്കിൽ തന്നെ അവൻ ഇത്രയും തരം താഴാൻ കഴിയുമോ? പക്ഷേ ഇത്രയും സമയം കഴിഞ്ഞിട്ടും അവൻ അവളുടെ ചോദ്യം നിഷേധിക്കുന്നില്ല. അവളുടെ കണ്ണുകൾ, ഞാൻ പറ്റിച്ച ബേബി,
അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ എന്നൊരു മെസ്സേജിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരം കാര്യമൊക്കെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും പറയുമോ? അതോ അവനിങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അതൊക്കെ ഒരു പെണ്ണിനോട് വിശദീകരിച്ച് കൊടുക്കുമോ? പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അവനോട് ഇത് ചോദിച്ചാൽ മതി എന്നവൾ ഓർത്തതാണ്. എങ്കിൽ ആ 2 ദിവസമെങ്കിലും അവൻ്റെ പെണ്ണായി അവനെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. ഈ ഒരൊറ്റ ചോദ്യം അവരുടെ ബന്ധം നിഷ്കരണം അറുത്തുകളയുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവനോട് ഇത് ചോദിക്കുന്ന ആ നിമിഷം വരെ അവരുടെ ബന്ധത്തിന് ആയുസുള്ളൂ. ആ നിമിഷം വരെ അവൻ അവളുടേതായിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതും മനസ്സിൽ വെച്ച് എങ്ങനെ? അവൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പുറം രാജ്യങ്ങളിൽ വേശ്യാവൃത്തിയൊക്കെ ഭയങ്കര സ്വാഭാവികമാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർ, വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, എന്ത് ചെയ്താലും ആരും ഒന്നും അറിയില്ലെന്ന് പൂർണ്ണ ബോധമുള്ള ചിലരെങ്കിലും വളരെ സ്വാഭാവികമായി ചെയ്തു വരുന്ന പ്രവൃത്തിയാണിതെന്നൊക്കെ. ഒരിക്കൽ രാത്രി ഉറങ്ങുമ്പോൾ അവരുടെ സംസാരത്തിൽ കടന്നു വന്നൊരു വിഷയവുമാണിത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ അവൾ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടാണ് അന്ന് ഉറങ്ങാൻ കിടന്നത് തന്നെ. അന്ന് അവൾക്ക് ആകെ അറിയാവുന്ന അവൻ മുന്നേ സ്നേഹിച്ച പെണ്ണിനോട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു. പക്ഷെ അതിൽ എത്രയോ വലുതായിരുന്നു അവൾക്ക് അവനോടുള്ള സ്നേഹം. അതിനാൽ തന്നെ അതൊന്നും അവളുടെ ചിന്തകളിൽ പോലും വന്നിരുന്നില്ല. മദർ പ്രോമിസ്, ആ എക്സിനോടല്ലാതെ മറ്റൊരു പെണ്ണിനോടൊരു തരത്തിലുള്ള ബന്ധവും എനിക്കില്ലായിരുന്നു. 2 മാസം മുന്നേ മറ്റൊരു പ്രശ്നമുണ്ടായപ്പോൾ അവൻ ചെയ്ത സത്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞനും കുത്തി. അവയുടെ പൊട്ടിച്ചിരികൾ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി വിശ്വാസത്തിന്റെ കണികകൾ ഉലയുന്നത് ഈ 2 മാസം മുന്നേ ആയിരുന്നു. അന്നെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ അവൻ അവൾ കൊടുത്ത സത്യമാണിത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ച് അതിമനോഹരമായ ഭാവനകളുമുള്ള, സ്നേഹിക്കുന്നവരെ വില കൽപ്പിക്കുന്ന, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, ആരെയും അന്ധമായി വിശ്വസിക്കുന്ന, ഒരു നുള്ളു സ്നേഹത്തിൽ ഉരുകി വീഴുന്ന മനോഹരമായ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അതായിരുന്നു അവൻ. വീട്ടിലൊരു വിധത്തിലും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ 2 മാസം മുന്നേ താൻ തന്നെയാണ് അവനോട് പറഞ്ഞത്. വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നില്ല, വെറുതെ എന്നെ നോക്കിയിരുന്ന ജീവിതം കളയണോ? വയസ്സ് കൂടുവല്ലേ, വേറെ പെണ്ണ് കെട്ടി സന്തോഷത്തോടെ ജീവിക്കൂ, അത് തന്നെയാണ് നല്ലത്. ഹൃദയം പൊടിയുന്ന വേദനയിലും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞ് എങ്ങനെ അവൻ്റെ ജീവിതം കളയും? വീട്ടിലിനിയും സമ്മതിച്ചില്ലല്ലോ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ. വീട്ടിലെപ്പോൾ സമ്മതിക്കും? ഒരു തീരുമാനം പറയുമെന്നവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മനസ്സാകെ ഒലിയുകയായിരുന്നു. അവന് പെട്ടെന്ന് തീരുമാനം വേണം. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെ എങ്ങനെ വേദനിപ്പിക്കും? എനിക്ക് വേണ്ടി ജീവിച്ചവർ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവർ, ഒത്തിരി അനുഭവിച്ചവർ. ഈ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ വീണ്ടും ഒരു വേദന ഞാൻ എങ്ങനെ? എൻ്റെ ശരീരത്തിലെ ജീവനുള്ള ഓരോ കോശത്തിലും നീ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നിന്നെ മറന്ന് മറ്റൊരാൾ ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല. എത്ര വൈകിയായാലും വീട്ടിൽ സമ്മതിച്ച് നിന്നെ കേട്ടുള്ളൂ. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ലെങ്കിലും അവരെത്ര പറഞ്ഞാലും മറ്റൊരുത്തിനെ കെട്ടി നിന്നെ മറന്ന് ഒരിക്കലും ഞാൻ ജീവിക്കില്ല. എനിക്കതിനൊരിക്കലും പറ്റില്ലായിരുന്നു. അവനെ കണ്ട സ്ഥാനത്ത് എങ്ങനെ മറ്റൊരാൾ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവനെയല്ലേ സ്നേഹിക്കുന്നു. ഇവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ലല്ലോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ചോദിക്കാൻ പലവട്ടം അവൾ ഒരുങ്ങിയതാണ്. നിനക്ക് വീട്ടുകാരുടെ പ്രഷറിന് അവനെ സ്വന്തമാക്കാൻ പറ്റില്ലെങ്കിൽ അവനെ പിടിച്ചു വെച്ച് അവൻ്റെ ജീവിതം കളയാതെ അവൻ്റെ വഴിക്ക് വിട്ടുകൂടെ? സുഹൃത്തിൻ്റെ അഭിപ്രായമായിരുന്നു അത്. ഞാൻ കാരണം അവൻ്റെ ജീവിതം ഇനി ഒന്നുകൂടി വയ്യ. ജീവിക്കട്ടെ, മറ്റൊരാളുടെ ആണെങ്കിലും സന്തോഷത്തോടെ ആഗ്രഹിച്ച പോലെ ജീവിക്കട്ടെ. അവന് പറയാമായിരുന്നു, വേറെ പെണ്ണിട്ടാൻ എനിക്ക് പറ്റില്ലടി. എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് എത്ര വയസ്സായാലും എനിക്ക് നിന്നെ മതി. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം എന്നൊരിക്കലെങ്കിലും പറയാമായിരുന്നു. പക്ഷെ എനിക്കും ചോദിക്കാമായിരുന്നു, കാത്തിരിക്കുമോ? എനിക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നു. തീർച്ചയായും അവൻ എന്നെ കാത്തിരുന്നേനെ. പക്ഷേ ഐ ലെറ്റ് ഹിം ഗോ. അന്ന് അവളോട് വഴക്കിയിട്ട് പോയതാണ് അവൻ. അതിനുശേഷം കുറച്ചുനാൾ അവർ തമ്മിൽ സംസാരമില്ലായിരുന്നു. ആ ഇടവേളയിലാണ് വിശ്വാസത്തിന്റെ കണിക ആദ്യമായി ഉലഞ്ഞത്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ അവളുടെ ആത്മസുഹൃത്തിന് അവനെ മാസങ്ങൾക്ക് മുമ്പേ അവൾ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. ഒരു പരിചയപ്പെടൽ നിൽക്കുമെന്ന് കരുതിയ ഒരു ഫോർമൽ ബന്ധം. അവളുടെ സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കൽ പുറത്തു പോയപ്പോൾ അവൻ്റെ കോൾ വന്നപ്പോൾ അവൾ സുഹൃത്തിന് സംസാരിക്കാൻ കൊടുത്തൊരു ഫോൺ കോൾ ബന്ധം. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് അവൻ്റെ നമ്പർ അവൾ വാങ്ങി സംസാരിക്കാൻ തുടങ്ങുന്നു. അവളുടെ മാത്രം സ്വന്തമായവനോട് മറ്റൊരാൾ. അത് തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും അധികം സംസാരമൊക്കെ അവളിൽ ആവശ്യത്തിൽ കൂടുതൽ പോസിറ്റീവ്നെസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് വിശ്വാസമായിരുന്നു. അതിനാൽ അവളുടെ സുഹൃത്ത് ബന്ധം ഒരു പോസിറ്റീവ്നെസ്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നം അവൾക്ക് തോന്നിയില്ല. എന്നാൽ വീട്ടിൽ സമ്മതിക്കുന്നില്ലെന്ന കാരണത്താൽ അവന് പിണങ്ങിയിരിക്കുന്ന ആ സമയത്താണ് അവൾക്ക് വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നത്, മോശം വീഡിയോ അയക്കുന്നത്. ഒരിക്കൽ ട്രിപ്പ് പോയ സമയത്ത് വഴിയിൽ കണ്ട ഏതോ പെണ്ണിനോട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു അവർ തമ്മിൽ അതൊക്കെ ചെയ്തതും ശേഷം ആ പെണ്ണ് അവനെ തലയിലാവാൻ നോക്കിയപ്പോൾ പതുക്കെ ഒഴിവാക്കിയതുമായ വീരസാഹസിക കഥകൾ അവനോട് പറയുന്നത്. ഇതൊക്കെ അറിയുന്ന, ജീവിതത്തിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ച, വിശ്വസിച്ച, അയാൾക്ക് വേണ്ടി സർവ്വതും, വീട്ടുകാരുടെ വിശ്വാസം, സ്വന്തം കരിയർ, മനസ്സമാധാനം, അങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു പെണ്ണിൻ്റെ അവസ്ഥ അതിഭീകരമായിരുന്നു.
വിശ്വസിക്കാനും വിശ്വസിക്കാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് അവനെപ്പറ്റി അവൾ കേൾക്കുന്നത്. ഇത്രയും വേദനിപ്പിച്ച് കുത്തിക്കൊല്ലാൻ മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു? മറ്റെല്ലാത്തിലുമുപരി എല്ലാം നഷ്ടപ്പെടുത്തി അവൻ്റെ പാസ്റ്റൊക്കെ മറന്ന് ആത്മാർത്ഥമായി അവനെ സ്നേഹിച്ചതോ, വീട്ടുകാരുമായി അടിയിട്ട് പിണങ്ങി നടന്നതോ, അവനെ ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ കണ്ണീർ തുടച്ച് കിടന്നതോ, അവന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയതോ? എവിടെയാണ് അവൾക്ക് തെറ്റിയത്? എവിടെയാണ് അവൾക്ക് പിഴച്ചത്? അതിനുമപ്പുറം അവനെന്താണ് പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവനെപ്പറ്റി ഇങ്ങനെയൊന്നല്ലാലോ അവൾ പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് അവളുടെ സുഹൃത്തിൽ നിന്ന് ഈ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ഹൃദയം പറിച്ചു കളയുന്ന വിഷമവും സങ്കടവും ഒക്കെ തോന്നിയെങ്കിലും, ആദ്യം തോന്നിയ തരിപ്പിൽ അവനെ ബ്ലോക്ക് ചെയ്തു പോയെങ്കിലും, ഒരു ബ്ലോക്കിലോ ഒരു മാസം മിണ്ടാതിരുന്നാലോ ഒഴിവാക്കാൻ പറ്റുന്നതല്ല അവൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ ആ ബ്ലോക്കിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഉറക്കമില്ലാത്ത രാത്രികളും കണ്ണീർ വറ്റിയ കണ്ണുകളും ഹൃദയം പൊട്ടിത്തെറിക്കുന്ന വേദനയും. അവൻ്റെ മെസ്സേജിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ഫോൺ നോക്കാത്ത രാത്രികൾ അവൾക്കില്ലായിരുന്നു. അവൻ ചെയ്ത തെറ്റാണ്, പക്ഷേ അവനില്ലാതെ അവൾക്ക് ജീവിതമില്ല. അവൻ്റെ ഓർമ്മകളിൽ ഒഴുകി അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവനില്ലാത്ത വേദനയേക്കാൾ എത്രയോ ചെറുതാണ് അവൻ തെറ്റ് ചെയ്തു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള വേദനയെന്ന് മനസ്സിലാക്കിയവൾ വീണ്ടും അവനിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചെയ്തപ്പോൾ കള്ളുടിച്ചിരുന്നു. പൂർണ്ണ ബോധത്തിലാണെങ്കിൽ ഈ ഒരു കാര്യം എന്നെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന് തോന്നി. സോറി ബേബി, ഞാനത് വെള്ളത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ. അപ്പോൾ അവളോട് പറഞ്ഞ കഥ? അങ്ങനെ ഒരു പെണ്ണുമില്ല, അതൊക്കെ ഞാൻ വെറുതെ തള്ളിയതല്ലേ. ഇത്രയും വൃത്തിയായിട്ടൊരു കഥയൊക്കെ ഫോർമൽ പരിചയമുള്ള ഒരു പെണ്ണിനോട്, അതും താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ സുഹൃത്തിനോട് ആരെങ്കിലും ഉണ്ടാക്കി പറയൂ? സോറിഡി, ഞാനത് അറിയാതെ. അങ്ങനെ ഒരു പെണ്ണില്ല. എൻ്റെ വെറും സാങ്കല്പിക കഥ മാത്രമാണത്. സത്യം. ഇതെനിക്ക് വിശ്വസിക്കാമോ? സത്യസന്ധമായിട്ട് പറയണം. കൂടുതലൊന്നും ഞാൻ താങ്ങില്ല. ഇതുപോലെ കെട്ടിച്ചമച്ച കഥകൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പെണ്ണിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം മുന്നേ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? മദർ പ്രോമിസ്, ആ എക്സിനോടല്ലാതെ മറ്റൊരു പെണ്ണിനോട് ഒരു തരത്തിലുള്ള ബന്ധം എനിക്കില്ലായിരുന്നു. മതിയായിരുന്നു. ഇത് ധാരാളം മതിയായിരുന്നു അവൾക്ക്. കാരണം അമ്മ അവന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ 2 മാസം മുമ്പ് നടന്ന സംഭവം വളരെ വ്യക്തമായി പറഞ്ഞു തീർത്തതാണ്. അപ്പോഴാണ് അടുത്ത് വരുന്നത് അവൻ്റെ അവളുടെ ഒരു കോമൺ ഫ്രണ്ടിൽ നിന്നും ഞെട്ടിക്കുന്ന ആ സത്യം അവൾ അറിയുന്നത്. ഉണങ്ങി വരുന്ന മുറിവിൽ വീണ്ടും കത്തിയെടുത്ത് കുത്തിയാലുണ്ടാവുന്ന അസഹനീയമായ വേദന. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ആളാണെങ്കിൽ അന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ തള്ളിയതെന്ന് പറഞ്ഞ ആ കഥയും സത്യമാവില്ലേ? ഇങ്ങനെ എത്ര വട്ടം ആ പെണ്ണിനോട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് തന്നെ കുറച്ച് മുന്നേ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയെന്ന് പറഞ്ഞത് എവിടെ എന്തിനു പോയതാണെന്ന് എങ്ങനെ അറിയാം? ഇപ്പോഴും അവൻ ഈ തെറ്റ് ചെയ്തതിനേക്കാൾ തെറ്റ് കാണുന്നത് ഞങ്ങളുടെ ആ സുഹൃത്തിനോട് വന്ന ആ സത്യങ്ങൾ അറിയിച്ചതിനാണ്. ഈ സത്യങ്ങൾ ഞാൻ അറിയും ഒരു സെക്കൻഡ് മുന്നേ വരെ അവന് യാതൊരുവിധ കുറ്റബോധമോ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് അതിനോട് മറച്ചു വെച്ചെന്നുള്ള വിഷമമോ ഒന്നുമില്ലായിരുന്നു. പകരം മുന്നേ നടന്ന സംഭവങ്ങൾ കാരണം ഞാൻ അവനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അവന് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചതിയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഞാനിതൊന്നും ഇപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ അവനിതൊരു സ്വാഭാവികമായ കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് അവൾ എന്നോട് ഇത് പറയൊരു മിനിറ്റ് മുമ്പെങ്കിലും അവൻ എന്നോട് പറഞ്ഞേനെ, തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിച്ചേനെ. പകരം അവൻ പറയുന്നത് അവളിത് എന്നോട് വന്ന് പറഞ്ഞ കാരണം നമ്മുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ്, അല്ലാതെ അവൻ ചെയ്ത പ്രവൃത്തിയല്ല. ഇതിൻ്റെ കൂടെയാണ് മറ്റു ചില കാര്യങ്ങൾ അവൾ അറിയുന്നത്. വീട്ടിൽ സമ്മതിക്കില്ലെന്ന് അവൾ പറഞ്ഞാൽ അടുത്ത നിമിഷം അവൻ ചെയ്യുന്നത് അവൻ്റെ എക്സിന് മെസ്സേജ് ഇടുകയാണ്, ഒന്ന് കാണാൻ വരാൻ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അവളെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അവനിതിൻ്റെ പകുതി ആഗ്രഹം കാണിക്കുന്നില്ലല്ലോ എന്നത് അവളെ വേദനിപ്പിച്ചു. നാട്ടിൽ വരാം, എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് അവൻ പറഞ്ഞതാണ്. അവൾ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ തെറ്റിയത് അവനല്ലേ? എന്തുകൊണ്ട് ആ മറ്റവളെ നിർബന്ധിക്കുന്ന സമയം അതേ പരിശ്രമം അവളെ ഒന്ന് വിളിക്കാനോ കാണാനോ അവൻ ശ്രമിക്കുന്നില്ല? അവൻ്റെ എക്സിനെ കാണാൻ ഇത്രയും ശ്രമിക്കുന്ന എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. അവളെ കണ്ടിട്ട് എന്താണ് അവന് വേണ്ടത്? മറ്റൊരു വിവാഹം കഴിഞ്ഞോ മറച്ചു വെച്ച് അവനെ ചതിച്ചതിൽ അവൻ അവളോട് തീരാത്ത ദേഷ്യമുണ്ടെന്നാണ് അവൾ വിചാരിച്ചത്. അതിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവരുടെ കോമൺ ഫ്രണ്ടായ ഒരു പെൺകുട്ടി അവന് അവളുടെ ന്യൂഡ് ഫോട്ടോ അയച്ചിട്ടുണ്ടത്രേ. ഈ കാര്യം അവൻ ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ഫോട്ടോ അയച്ച കുട്ടിയോട് അവൻ ഇന്നും യാതൊരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ സുഹൃത്ത് ബന്ധം തുടരുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി കേൾക്കേണ്ടത്? അവൾക്ക് അതൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ അവൻ അയക്കാൻ മാത്രം ധൈര്യം ഇവിടുന്ന് കിട്ടി. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഭൂമി പിളർന്ന് അതിലേക്ക് ആഴ്ന്നു പോയിരുന്നെങ്കിൽ, തലച്ചോറ് പൊട്ടിത്തെറിച്ച് വികാരങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ, ലോകം ഇന്നത്തോടെ അവസാനിച്ചിരുന്നെങ്കിൽ. അവനൊരു പാവമായിരുന്നു, അടിപൊളിയായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ട ബാല്യം, ഒടുവിൽ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പഠിച്ച് തൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കിയവൻ, അവൻ്റെ വീട്ടുകാരെ മുഴുവൻ നോക്കുന്നവൻ, ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നവൻ, ഒന്ന് സ്നേഹിച്ചാൽ ഉരുകി വീഴുന്നവൻ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവൻ, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ. അതിമനോഹരമായിട്ടാണ് അവൻ അവളെ സ്നേഹിച്ചത്, പരിഗണിച്ചത്.
കാതങ്ങൾ ദൂരത്തിരുന്നിട്ടും അവൾ അവളേക്കാൾ കൂടുതൽ അവൻ മനസ്സിലാക്കിയിരുന്നു. അവനിൽ നിന്ന് സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ മനോഹരമായ പ്രണയം അവൾക്ക് ലഭിച്ചിരുന്നു. ഇത്രയും നാൾ കാണാതെ പോയ അവളുടെ സോൾമേറ്റ് അവളെ തേടിയെത്തിയ പ്രതീതിയായിരുന്നു. അവൾക്ക് അവനോട് സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു, കരുണയായിരുന്നു. പലപ്പോഴും അവൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് മിസ് ചെയ്യുന്ന ഓരോ സമയം അവൾ യാതൊരു കാരണവുമില്ലാതെ അടിയുണ്ടാക്കി അവൻ്റെ മൂഡ് മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പകരം വീട്ടുന്ന തരത്തിൽ സ്നേഹിച്ച് കൊല്ലണമെന്ന് വിചാരിച്ചു. ഇനിയുള്ള ജീവിതം മുഴുവൻ അവൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ വാരിക്കോരി നൽകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നീണ്ട 25 വർഷത്തിൻ്റെ ഇടക്ക് എത്ര വേണ്ടെന്ന് വെച്ചിട്ടും സംഭവിച്ചു പോയ ആദ്യ പ്രണയമാണ്. പ്രണയം തെറ്റാണെന്നും മാതാപിതാക്കൾ പറയുന്ന ആളെ കെട്ടുന്നവളാണ് നല്ല മകളെന്ന് വിശ്വസിച്ചിരുന്ന ഒരു നാടൻ മണ്ടിപ്പെണ്ണിൻ്റെ നീണ്ട 25 വർഷങ്ങൾ. ആ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. തുടക്കത്തിൽ അവൻ അവൾക്ക് ആരുമായിരുന്നില്ല, വെറുമൊരു ഫ്രണ്ട്. പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു അവൻ അവൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടായി മാറിയത്. ജീവിതത്തിൽ ഇതുവരെ ഒരു മനുഷ്യനോടും തോന്നാത്ത ആ ഇഷ്ടം, അടുപ്പം, വിശ്വാസം, സ്നേഹം ഒക്കെ അവനോട് തോന്നാൻ കാരണം എന്താണ്? അവനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചത് എന്താണ്? ഒടുവിൽ ഇങ്ങനെ വേദനിപ്പിക്കപ്പെടാൻ മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ തലക്ക് മുകളിൽ വട്ടം കറങ്ങി. ഇത് സാധാരണമാണെങ്കിൽ എനിക്ക് അവനെ വീണ്ടും സ്നേഹിക്കാമല്ലോ. പക്ഷേ എനിക്ക് അവനെ പഴയതുപോലെ അന്ധമായി വിശ്വസിച്ച് സ്നേഹിക്കാൻ കഴിയുമോ? ചതിക്കപ്പെട്ടു എന്ന ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് വിശ്വാസത്തിൻ്റെ കണികകൾ കൂട്ടിച്ചേർത്ത് അവൾ ആഗ്രഹിച്ച പോലെ, സ്വപ്നം കണ്ട പോലെ മനോഹരമായൊരു ജീവിതം ഇനി അവൻ്റെ കൂടെ സാധ്യമാണ്. പക്ഷേ ചിന്തിക്കുന്ന ഓരോ നിമിഷം അവളുടെ മനസ്സിൽ വരുന്നത് അവിടെ അവനും ആ പെണ്ണും കൂടിയുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. അവളുടെ കൂടെയുള്ള സമയത്ത് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവളെ അവൻ ഓർത്തു കാണുമോ? അവസാനമായി തമ്മിൽ കണ്ടപ്പോൾ അവളുടെ ഉള്ളം കൈയിൽ ചുംബിച്ച അവൻ്റെ നനുത്ത ചുണ്ടുകൾ കൊണ്ട് തന്നെ ആയിരിക്കില്ലേ അവൾ എത്ര വട്ടം ആ ഉള്ളം കൈയിൽ അവൻ്റെ നനുത്ത ചുണ്ടിൻ്റെ മാധുര്യമറിഞ്ഞ് കോരി തരിച്ചിരിക്കുന്നു. അന്ന് അവളെ ചേർത്ത് പിടിച്ച് എത്രമാത്രം അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അതേ കൈകൾ കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ആ നിമിഷം ഓർത്ത് അവൾ എത്രമാത്രം പുഞ്ചിരി തൂകിയിരിക്കുന്നു. എൻ്റെ കണ്ണുകൾ, ചിരി ഒക്കെ അവന് ഇഷ്ടമാണെന്ന് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന് അതിലും മനോഹരമായ കണ്ണുകളായിരിക്കുമോ? ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ ചിരിച്ചു കാണുമോ? അതിന് കൂടുതൽ ഭംഗിയുണ്ടായിരിക്കുമോ? ആദ്യമായി അവൻ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഹൃദയം സന്തോഷവും സങ്കടവും കൊണ്ട് പൂത്തുലഞ്ഞതാണ്. അവനെനിക്ക് പണ്ടേ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ എന്നെ സ്നേഹിച്ച് തുടങ്ങും മുന്നേ എൻ്റെ ഉള്ളിൽ കയറി കൂടിയതായിരുന്നു. അവനെപ്പോലെ ഒരാൾ അവളെ സ്വാധീനിച്ചിട്ടില്ല. വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ അവനെ നഷ്ടപ്പെടുമോ? അവന് കൂടെ ഉണ്ടാവുമെന്ന ഹോപ്പ് കൊടുത്ത് ഒടുവിൽ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ഭയം അവളെ നിരന്തരം വേട്ടയാടിയിരുന്നു. അവൻ പ്രപ്പോസ് ചെയ്തപ്പോഴും അവൾ ആലോചിച്ച് വീട്ടുകാർ സമ്മതിക്കുമോ, ഇത് നടക്കുമോ, അഥവാ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരം ചോദ്യങ്ങൾക്കൊരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. വയ്യ, വേദനിക്കാനും വേദനിപ്പിക്കാനും വയ്യ. വേണ്ട, ഒടുവിൽ നാട്ടിൽ വരുന്ന സമയം ഒന്ന് വീട്ടിൽ ചോദിച്ചു നോക്കാം. പറ്റില്ലെന്നാണെങ്കിൽ കുഴപ്പമില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ ഹൃദയം നിറയെ സ്നേഹമുള്ളിൽ നിർത്തി ഒരു ചാൻസ് പോലും എടുക്കാതെ ഇത്രയും ഇഷ്ടമുള്ളവനെ വെറുതെ എന്തിനെ നഷ്ടപ്പെടുത്തണമെന്നോർത്ത് വീട്ടിൽ ചോദിക്കും വരെ ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിൽ അടുക്കാൻ പാടില്ല. വീട്ടിൽ മറുപടി പറ്റില്ല എന്നാണെങ്കിൽ നല്ല സുഹൃത്തായി തന്നെ ഇരിക്കണം. വിട്ടുപോകരുതെന്ന് അവളുടെ തീരുമാനവും സമ്മതിച്ച് തുടങ്ങിയതാണ്. അവളുടെ വികാരങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. പക്ഷെ അവൻ ഓർക്കാതെ, അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുമെന്ന് അവൾ ഓർത്തതേ ഇല്ലായിരുന്നു. കാതങ്ങൾക്കപ്പുറം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വാക്കുകൾ ആഗ്രഹിക്കുന്ന, എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന, എൻ്റെ സംസാരങ്ങൾ കാരണം മൂഡ് വരെ മാറുന്ന, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വികാരങ്ങളുള്ള ഒരാൾ. ഈ വിചാരം അവളെന്നും കോരിത്തരിപ്പിച്ചു. അവനാണെങ്കിൽ ഒരു മകനാണ്, ഒരു സഹോദരനാണ്, ഒരു മാമനാണ്, ഒരു സുഹൃത്താണ്. കൂടാതെ അവൻ എൻ്റെയാണ്, എൻ്റെ എല്ലാമാണ്, എനിക്ക് സ്വന്തമാണ്. അവൻ ഈ ലോകത്തിലെ ഏറ്റവും മൂല്യം കൽപ്പിക്കുന്ന എനിക്കാണ്. അവൻ ഓരോ നിമിഷവും ഓർക്കുന്ന എന്നെയാണ്. എന്നെ ഓർക്കുമ്പോൾ അവൻ പുഞ്ചിരിക്കും. അവനെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മഞ്ഞ് വീഴും, ശരീരം കോരിത്തരിക്കും, ചുണ്ടിൽ പുഞ്ചിരി വിടരും. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നും. ഉറക്കമുണർന്നാൽ ആദ്യം ഓർക്കുന്ന അവനെയാണ്. ഒരു ദിവസത്തെ മൊത്തം സന്തോഷം ഊർജവുമൊക്കെ അവൻ്റെ ഗുഡ് മോർണിംഗിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. പിന്നെ അവൾ ഓരോ കാര്യം ചെയ്യുന്നു അവനെ കാണിക്കാനായി. ഓരോ ദിവസം ഓരോ കുഞ്ഞു കാര്യത്തിന് ശേഷം അവൾ ഓടിയെത്തുന്നു അതവനോട് പറയാനായിരുന്നു. വാവ്, എത്ര മനോഹരമായ ചിന്തകൾ! ജീവിതം ഇത്രയും മനോഹരമായിരുന്നു. പ്രണയത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. അവൻ്റെ കടന്നുവരവിന് ശേഷം ജീവിതം മാറുകയായിരുന്നു. ഇതുവരെ കാണാത്ത നിറങ്ങൾ, ഇതുവരെ അറിയാത്ത ഹൃദയമിടിപ്പിൻ്റെ താളം. അന്നൊക്കെ അവളുടെ ഹൃദയമിടിച്ചിരുന്ന് അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വേഗത്തിലായിരുന്നില്ല. ഭൂമിയിലും സ്വർഗത്തിനുമിടയിൽ പുതിയൊരു ലോകം അവൾ അറിയുകയായിരുന്നു.
പക്ഷേ ഇതൊന്നും ഒരു പരിധി അവൻ അറിയിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അഥവാ നടന്നില്ലെങ്കിൽ എങ്ങനെ സഹിക്കും? സ്നേഹത്തിൽ പൂതുലയുമ്പോഴും ഇത് നടക്കുമോ, വീട്ടുകാർ സമ്മതിക്കുമോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. നീണ്ട മാസങ്ങൾ അവർ പ്രണയിച്ചു. പൂവിനെയും പൂമ്പാറ്റയെയും പോലെ, കടലിനെയും കരയെയും പോലെ, ഭൂമിയെയും സൂര്യനെയും പോലെ. ഭൂമിയിൽ ഇത്രയും മനോഹരമാണ് പ്രണയമെന്ന് അവൾ അറിയുകയായിരുന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യും? ഞാൻ പ്രണയിച്ചവൻ തന്നെയാണോ ഇത്? അവൻ ഇപ്പോഴും അവളെ സ്നേഹിക്കും, പരിഗണിക്കുമെന്ന് അവൾക്കറിയാം. മറ്റൊരാളുടെ വിയർപ്പ് വീണ ശരീരമാണെങ്കിലും ആ മനസ്സ് എനിക്കായിരിക്കില്ലേ? പഴയതുപോലെ മനോഹരമായി തന്നെ അവൻ സ്നേഹിക്കില്ലേ? ചിലപ്പോൾ വീണ്ടും അവൻ അങ്ങനെ പോവുമായിരിക്കും. പക്ഷേ എന്നാലും അവൻ സ്നേഹിക്കുന്ന എന്നെ ആയിരിക്കും. എനിക്കവനെ മറക്കാൻ വയ്യ. അവനില്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കൂടെ വയ്യ. മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അത് ഓർക്കാൻ കൂടെ വയ്യ. എല്ലാം മറന്ന് അവനെ തന്നെ വീണ്ടും സ്വീകരിച്ചാലോ? ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് രണ്ടാമതൊരു മദർ പ്രോമിസ് കൂടെ തന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? അവനെന്നെ തൊടുന്ന നിമിഷം ഞാനിത് ഓർക്കില്ലേ? ഓ, എന്ത് ഭീകരമായ അവസ്ഥ! നിന്ന നിൽപ്പിൽ മരിച്ചു പോയിരുന്നെങ്കിൽ, വല്ല അൾഷിമേഴ്സും വന്ന് പഴയതൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, അപ്പം ഇനി ഒരിക്കലും സന്തോഷമുള്ളൊരു ജീവിതം സാധ്യമല്ലേ? അപ്പം എന്ത് വേണം? മരിച്ചു കളയണം. ചിന്തകൾ അവളുടെ മനസ്സിൽ സീത കൂട്ടിയിരുന്നു. അവ ആളിക്കത്തി അതിൻ്റെ ചൂടിൽ അവൾ പൊള്ളിയിരിക്കുകയായിരുന്നു. ഇനി ഇങ്ങനെയൊക്കെ നടന്ന എൻ്റെ തെറ്റായിരിക്കുമോ? വീട്ടിൽ സമ്മതിക്കില്ലെന്ന് അവന് തോന്നിയുകൊണ്ടായിരിക്കുമോ? ദൈവമേ, എന്ത് ചെയ്യും ഞാൻ? ഒരു മനുഷ്യനെ മാത്രം ഓർത്ത് നൊന്ത് നീറി ഇനി ജീവിക്കാൻ പറ്റുമോ? കൂടെ ജീവിക്കാനാവുമോ? അവനോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയും. അവനെ പഴയ പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കാനും കഴിയും. പക്ഷെ അവൻ ചെയ്ത് മറക്കാൻ അവൾക്കൊരിക്കലും സാധിക്കില്ല. അവളുടെ ഉയിരിൽ പ്രാണനുള്ളിടത്തോളം കാലം ഈ ഓർമ്മയിൽ ഒരുങ്ങി നേറിക്കൊണ്ടിരിക്കാൻ മാത്രമേ അവൾക്ക് സാധിക്കൂ. ഇന്നും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവൻ്റെ പേര് കേൾക്കുമ്പോൾ, അവനുമായി ബന്ധപ്പെട്ട എന്ത് കാണുമ്പോഴും കുറച്ചു നേരത്തേക്ക് അവളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നു. ശരീരം തളർന്നു പോകുന്നു. ജീവിതം ഒരു നിമിഷത്തേക്ക് നിലയ്ക്കുന്ന അവസ്ഥ. ഇപ്പോഴും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇന്നും എൻ്റെ ഹൃദയം തുടിക്കുന്ന നിനക്ക് വേണ്ടി മാത്രമാണല്ലോ. പ്രണയമെന്നാൽ അന്നും ഇന്നും ഇന്നും എനിക്ക് നീ മാത്രമാണല്ലേടാ. ഞാൻ എങ്ങനെ നിന്നെ മറക്കുവേടാ? നിന്നെ മറന്നൊരു ജീവിതം എങ്ങനെ ഞാൻ ജീവിച്ച് തീർക്കും? നീ എന്നെ ജീവിതത്തിലേക്ക് ഇപ്പോഴും ക്ഷണിക്കുന്നു. പക്ഷെ ആരായിട്ട്? നിനക്ക് സംസാരിക്കാൻ നിന്റെ മുൻ കാമുകയുണ്ട്. നിന്റെ ഫിസിക്കൽ നീഡിനും ആളുണ്ട്. അപ്പം എൻ്റെ സ്ഥാനം തീരാവേദനയുടെ ആഴക്കടലിൽ തള്ളിയിട്ട് മറിഞ്ഞു പോവാനാണെങ്കിൽ, പ്രണയമേ, എന്തിനൊരായുഷ്കാലത്തിൻ്റെ വസന്തം മുഴുവൻ ചൊരിയാൻ നീ എന്നിൽ വന്നു. വെറുക്കാനോ മറക്കാനോ സ്നേഹിക്കാതിരിക്കാനോ വിശ്വസിക്കാനോ ആവാതെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ അറകളിൽ ഭ്രൂണമായിരിക്കട്ടെ. ഡയറിയുടെ അവസാന പേജിൽ ഇത്രയും എഴുതി പെണ്ണ് താഴെ വെക്കുമ്പോൾ അവളുടെ ശരീരം വിറച്ചിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. മുന്നോട്ടുള്ള ജീവിതം അവളുടെ മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നമായി.